ഹായ് ഓൾ, ഇന്ന് ഒരു സ്വാദിഷ്ടമായ പോർക്ക് കറിയുടെ റെസിപ്പിയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അതിനായിട്ട് 1 കിലോ പോർക്കാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് ഒരു വലിയ സവോള അരിഞ്ഞെടുത്തത്, 15-20 ചുവന്നുള്ളി അരിഞ്ഞിട്ടുണ്ട്, ഒരു തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, 5-6 പച്ചമുളക്, ഒരു വലിയ കഷ്ണം ഇഞ്ചി, 1 കുടം വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില. ഇത്രയും സാധനങ്ങളാണ് ഇതിലേക്ക് ആവശ്യമായിട്ട് ഉള്ളത്. നമ്മൾ ഈ റെസിപ്പിക്ക് വേണ്ടി ഈ പച്ചക്കറികളൊന്നും വാട്ടിയല്ല ചേർക്കുന്നത്. ഇതൊരു പ്രത്യേക രീതിയിലാണ് വെക്കുന്നത്. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് വെക്കാനും സാധിക്കും. ഇനി നമ്മൾക്ക് അടുത്തതായിട്ട് മസാലപ്പൊടികളെല്ലാം ചൂടാക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് നമ്മൾ ചീനച്ചട്ടി ഗ്യാസിലേക്ക് വെക്കുകയാണ്. ഇനി മസാലപ്പൊടികൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ നമുക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി. മുളക് പൊടിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനാണ് ഉപയോഗിക്കുന്നത്. ഞങ്ങൾ 1 ടേബിൾ സ്പൂണേ ഉപയോഗിക്കുന്നുള്ളൂ. എരിവ് വേണ്ടുന്നവർക്ക് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ക്രഷ്ഡ് പെപ്പർ ഇടുകയാണെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും. ഇവിടെ ഞങ്ങൾ പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി 1 ടീസ്പൂൺ പെരുംജീരകപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇനി ഇട്ട് കൊടുക്കാം. ഇനി മസാലയെല്ലാം ലോ ഫ്ലെയിമിലിട്ട് മൂപ്പിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ടാൽ മസാല കരിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. മസാല നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി കഴുകി വെച്ചിരിക്കുന്ന പോർക്കിലേക്ക് പച്ചക്കറികളെല്ലാം ഇട്ട് കൊടുക്കാം. മൂപ്പിച്ച് വെച്ചിരിക്കുന്ന മസാലയും കൂടി ഇട്ട് ഇളക്കി നന്നായി പരുവപ്പെടുത്തിയെടുക്കാം. 1 മണിക്കൂർ എന്നിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഈ സമയത്ത് തന്നെയാണ് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കേണ്ടത്. എന്നാൽ നന്നായിട്ട് ഇതിലേക്ക് ഉപ്പ് പിടിക്കും. ഒരു മണിക്കൂറിന് ശേഷം ഇത് കുക്കറിലേക്ക് ഇടുക. 4 വിസിലിന് നമുക്കിത് വേവിച്ചെടുക്കാവുന്നതാണ്. ഇതിലേക്ക് നമ്മൾ വേറെ വെളിച്ചെണ്ണയൊന്നും ചേർക്കുന്നില്ല. പോർക്കിൽ നിന്ന് തന്നെ നല്ലപോലെ നെയ്യ് ഇറങ്ങി വരും. അതുകൊണ്ട് നമ്മൾ വേറെ വെളിച്ചെണ്ണയൊന്നും ചേർക്കുന്നില്ല. ഇപ്പോൾ ഇറച്ചി നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിൻ്റെ നെയ്യെല്ലാം നല്ലതുപോലെ ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് വെള്ളവുമുണ്ട്. നമുക്കപ്പോൾ അത് ഒന്ന് വറ്റിച്ചെടുക്കണം. അതിനായിട്ടൊരു പാൻ ഗ്യാസിലേക്ക് വെക്കുകയാണ്. ഇനി ഈ കറി ഒന്ന് കുറുക്കിയെടുക്കാം. കറി പാകമായി വരുമ്പോൾ കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് ഗ്യാസ് ഇനി ഓഫ് ചെയ്യാം. കറി ഇവിടെ പാകമായിട്ടുണ്ട്. ഇത് പുട്ടിൻ്റെ കൂടെയൊക്കെ വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യണം. നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊക്കെ അറിയിക്കണം.